സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ബജാജ് ഫിനാൻസിലെ ജീവനക്കാർ വീട് കയറി മർദ്ദിച്ചതായി പരാതി. കൊണ്ടോട്ടി മുണ്ടപ്പാലം സ്വദേശിയായ ഡോക്ടർ സാജിദിന്റെ മാതാപിതാക്കളെയാണ് മർദ്ദിച്ചത്. വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട മലപ്പുറം ഏരിയ മാനേജർ ഹർഷൻ വീട് കയറി മർദ്ദിച്ചുവെന്നാണ് പരാതി. അവർ എൻ്റെ പെരടിക്ക് തച്ചു, പെരടിക്ക് പിന്നെ പിടിച്ചു നിന്നാൻ പെട്ടു. അടുക്കള ഭാഗത്തേക്ക് കയറി, വീട്ടിൻ്റെ ഉള്ളിൽ കയറി വൈഫിൻ്റെ മുടി ഇങ്ങനെ ചുറ്റി പിടിച്ചു, പിന്നെ ഈ കഴുത്ത് പിടിച്ച് നിൽക്കാൻ നോക്കുകയാണ്. 4 വർഷം മുൻപ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ഡോക്ടറായ സാജിദ് ബജാജ് ഫിനാൻസിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുത്തത്. ഡിസംബർ വരെ കൃത്യമായി EMI അടച്ചിരുന്നു. കഴിഞ്ഞ മാസത്തെ തിരിച്ചടവ് വൈകിയതോടെ EMIയുടെ ഘടന മാറ്റാമെന്ന് പറഞ്ഞ് സ്ഥാപനത്തിലെ ജീവനക്കാരൻ സമീപിച്ചെന്നാണ് സാജിദ് പറയുന്നത്. റീസ്ട്രക്ചർ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ട് എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. അവർക്ക് ചെക്ക് ലീഫ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ എനിക്കത് വീണ്ടും ഇപ്പോൾ അടയ്ക്കുന്ന EMIയുടെ ഡബിൾ EMI വരും. അപ്പോൾ എനിക്ക് എൻ്റെ ഹയർ സ്റ്റഡീസായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ EMI അടയ്ക്കാൻ പറ്റില്ല. സോ അതെനിക്ക് സാധ്യമില്ല എന്ന് പറഞ്ഞപ്പം ഇവൻ എന്നെ നിരന്തരം ഈ ഹർഷൻ എന്ന് പറയുന്ന ഒരു ബജാജ് ഫിനാൻസിൻ്റെ ഏരിയ മാനേജറാണ് ഇതിൻ്റെ പുറകിൽ. അവൻ നിരന്തരമായിട്ട് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുകയും പിന്നെ അത് ഭീഷണിയിലേക്ക് മാറുകയും ഇന്നലെ ഞാൻ വീട്ടിലില്ലാത്ത സമയം നോക്കി അവൻ വന്ന് എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ അവൻ ആക്രമിക്കുകയും ചെയ്തു. വീടിൻ്റെ ജനൽ ചില്ലുകളും അടിച്ചു തകർത്തിട്ടുണ്ട്. വീട്ടിൽ കയറി ആക്രമണം നടത്തിയെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ബജാജ് ജീവനക്കാരൻ ഹർഷൻ പ്രതികരിച്ചു. തിരിച്ചടവ് മുടങ്ങിയതിനു പിന്നാലെ സാജിദിനെ ഫോണിൽ കിട്ടാത്തതിനാലാണ് താൻ വീട്ടിലെത്തിയതെന്നും ഹർഷൻ പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.